കടന്നു വന്നാട്ട് ദൈവം സംസാരിച്ചാൽ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരല്പം ചിന്തിച്ച് നോക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിന് ഏതാണ്ട് 272 പേരുകൾ തിരുവചനത്തിലുണ്ട്. അതിൽ എലോഹിം, ജഹോവ എന്ന ഈ 2 പേര്, അതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമുക്ക് മറ്റൊരു പേരിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 17:1 മുതൽ 4 വരെയുള്ള വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമും ദൈവം തമ്മിലുള്ള ഒരു ഉടമ്പടി നടക്കുന്നതായി നമുക്ക് കാണാം. ഹല്ലേലൂയ. അങ്ങനെ ഉടമ്പടിയോട് അനുബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പേരാണ് നമ്മളിവിടെ കാണുന്നത്. ഗോഡ് ഓൾമൈറ്റി എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ സർവശക്തനായ ദൈവം എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഇതിൻ്റെ മൂല്യ പരിഭാഷയിൽ, എബ്രായ ഭാഷയിലുള്ള തിരുവചനത്തിൽ അത് ഗോഡ് ഓൾമൈറ്റി എന്നുള്ളത് എൽഷദായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ആദ്യം ഉൽപ്പത്തി 1-1 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ദൈവം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഗോഡ് എന്നുള്ളതിൻ്റെ മലയാള പരിഭാഷ ദൈവം എന്നുള്ളതാണ്. പക്ഷെ അവിടെ എബ്രായ ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്നത് എലോഹിം എന്നാണ്. ഹല്ലേലൂയ. എനിക്ക് എബ്രായ ഭാഷ അറിയില്ല. ഞാനിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ, ഞാനിതെല്ലാം ഗൂഗിളിൽ ഓരോ സംശയങ്ങൾ വെച്ച് ഇങ്ങനെ ഗൂഗിളിൽ അടിക്കുകയാണ്. വാട്ട് ഈസ് ദ നെയിം ഇൻ ഹീബ്രു ഇൻ ജനസിസ് 1:1 അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് ഹല്ലേലൂയ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ ഹീബ്രു ഭാഷയിൽ ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന എലോഹിം എന്ന് പറഞ്ഞാലും അതിൻ്റെ മീനിങ് ഗോഡ് ഓൾമൈറ്റി, സർവശക്തൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എൽഷദായി എന്ന് പറഞ്ഞപ്പോഴും അതിൻ്റെ അർത്ഥം സർവശക്തൻ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ 2 സർവശക്തനും തമ്മിൽ 2 പേരാണ് ഹെബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സർവശക്തൻ കൊടുത്തിരിക്കുന്ന പേര് എലോഹിം, രണ്ടാമത്തെ സർവശക്തൻ കൊടുത്തിരിക്കുന്ന പേര് എൽഷദായി. ആദ്യത്തെ സർവശക്തൻ അത് ക്രിയേഷനോടനുബന്ധിച്ചുള്ളതാണ്. ഹല്ലേലൂയ. അതായത് സൃഷ്ടിപ്പിനോടനുബന്ധിച്ചുള്ള എലോഹിമാണ്, സർവശക്തനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം ഏകനായി നിന്നുകൊണ്ട് സകലതും സൃഷ്ടിക്കുവാനിടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയിലുള്ള സകലതും, ഭൂമിയിലെ സമുദ്രം, അതിൽ ചലിക്കാനുള്ള മത്സ്യങ്ങൾ, അതുപോലെ ഭൂമിയിൽ ഇഴയുന്ന ഇഴയാദികൾ, അതിൽ ചരിക്കുന്ന ജന്തുക്കൾ, നാൽക്കാലികളൊക്കെയും ദൈവം സൃഷ്ടിച്ചു. ആകാശത്തിൽ പറക്കുന്ന പറവുകളെ അതാദിനം ഒക്കെയും ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പ് നടത്തിയ ദൈവം സർവശക്തൻ തന്നെ. ഹല്ലേലൂയ. എലോഹിം സർവശക്തനാണ്. അവന് എല്ലാത്തിനും കഴിവുണ്ട്, സകലത്തിലും കഴിവുണ്ട്. അവനേക്കാൾ ശക്തനം വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഏതൊരു അന്ധകാര ശക്തികളുടെ മുമ്പിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ദൈവം എലോഹിമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്, അല്ലെങ്കിൽ നമ്മുടെ പിതാവിന്, ഹല്ലേലൂയ, നമ്മൾ എതിർക്കുന്ന ദുഷ്ടശക്തികളെ നീക്കിക്കളയാനുള്ള ഒരു ശക്തിയുണ്ട്, സർവ്വശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമാകുന്നു. ഞാൻ എൽഷദായി ആണ്. ഐ ആം എൽഷദായി. ഹല്ലേലൂയ. മനുഷ്യന്, ഹല്ലേലൂയ, ഇവിടെ ദൈവം
ഒരു ഉടമ്പടി അബ്രഹാമിനോട് കൊടുത്തിരിക്കുക, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അബ്രഹാമിന് അധികമായി സന്തതി പരമ്പരകളെ കൊടുത്ത് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് അബ്രഹാമുമായി നടത്തിയിരിക്കുന്ന ആ ഉടമ്പടി. ഹല്ലേലൂയ. കവനന്റ്. മനുഷ്യർ തമ്മിൽ ഒരുപാട് കവനന്റ് ഉടമ്പടി നടത്താറുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ, ഒരു ജോലിക്ക് കയറി കഴിയുമ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. അതുപോലെ ഒരു പാർലമെൻറ്റ് മെമ്പറായിട്ട് ജയിച്ചു വരുമ്പോൾ അവിടെ ഒരു സത്യപ്രതിജ്ഞയും അതിനുശേഷം ഒരു ഉടമ്പടി സൈൻ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. പിന്നീട് അതുപോലെ നിയമസഭയിലേക്കാണെങ്കിൽ ഒരു MLA ആയിട്ടൊക്കെ ജയിച്ചു വരുമ്പോഴും അവിടെയും ഇതുപോലുള്ള ഉടമ്പടികളുണ്ട്. നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്താൽ അതിനും ഉടമ്പടിയുണ്ട്, അതിലും സൈൻ ചെയ്യണം. 364 ദിവസത്തേക്കുള്ള ഉടമ്പടി, ഇത്ര വാടക വേണം എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ നശിപ്പിച്ചാൽ അതിന് പകരമായിട്ട് അതിന് ഇത്ര പൈസ തരേണ്ടി വരും, വാടക ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലൊക്കെ സൈൻ ചെയ്യും. ഹല്ലേലൂയ. പിന്നീട് വിവാഹ ഉടമ്പടിയുണ്ട്, ദൈവസന്നിധിയിൽ വെച്ച് നടത്തുന്ന വിവാഹ ഉടമ്പടി. ഇതൊക്കെയും മനുഷ്യരും തമ്മിൽ നടത്തുന്ന ഉടമ്പടിയാണ്. ഇതിനൊന്നും അധികം കാലങ്ങളില്ല. ഇതൊക്കെയും എപ്പോഴും ബ്രേക്ക് ചെയ്യാവുന്ന ഒന്നാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പാർലമെൻറ്റിലേക്കൊക്കെ ആദ്യമായിട്ട് ജയിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാമെന്നുള്ള പ്രതിജ്ഞ ആയതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ലതൊക്കെ കുറച്ച് നാളത്തേക്ക് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ കാണിക്കുന്നത് പോലെ അവരും അങ്ങ് ഉഴപ്പി നടക്കുവാനിടയായിത്തീരും. അതുപോലെ തന്നെ മറ്റുള്ള ഉടമ്പടികൾ, വീട് വാടകയ്ക്ക് കൊടുത്താലുള്ള ഉടമ്പടികൾ പ്രശ്നങ്ങളാണത്. പിന്നീട് ആരും ഉടമ്പടി പാലിക്കുകയില്ല. ആ ഉടമ്പടിക്ക് ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അത്. ഹല്ലേലൂയ. അതുപോലെ വിവാഹ ഉടമ്പടി വളരെ കുറച്ച് പേരത് പാലിക്കുന്നുണ്ട്. വളരെ അധികം ആൾക്കാരൊക്കെയും അതെല്ലാം ഏതാണ്ട് കുറേ വർഷങ്ങളാകുമ്പോഴത്തേക്ക് ആ ഉടമ്പടിയെല്ലാം ലംഘിക്കുന്നവരായിത്തീരാം. അഥവാ ഈ പാലിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ പോലും ഹല്ലേലൂയ ആ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചൊന്നും ആയിരിക്കില്ല മുമ്പിലേക്ക് പോകുന്നു, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉടമ്പടിയെല്ലാം മാനുഷ്യമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയാണ്. എന്നാൽ ദൈവം ഉണ്ടാക്കുന്ന ഉടമ്പടി, അത് ഗോഡ് എൽ ഷദായിയാണ് ആ ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉടമ്പടി എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഏതാണ്ട് ഒരു 7ഓളം ഉടമ്പടികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ കൂടുതലുമുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട 7 ഉടമ്പടികളാണ്. അതിൽ ആദ്യത്തേത് ജനസിസ് 1-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 1:28 നമുക്കത് കാണുവാൻ കഴിയും. 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിന്മേലും ആകാശത്തിലെ പറവജാതികളിന്മേലും സകല ഭൂചര ജന്തുവിൻ്റെ മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇവിടെ ആദാമിനോട് കൽപ്പിക്കുന്നതാണ്. ആണും പെണ്ണുമായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവരെ എന്ന് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആദാമിനോട് പറയുന്ന ഒരു ഉടമ്പടിയാണത്. ഹല്ലേലൂയ. അതുപോലെ അതിൻ്റെ 2:16-17 ആദാമിനോടുള്ള ഉടമ്പടിയോടനുബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയും. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് ആദാമിക് കവനന്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ നോഹയ്ക്ക് കവനന്റ് ഉണ്ട്, നോഹയോട് പറഞ്ഞ ഉടമ്പടി. അത് ജനസിസ് ഉൽപ്പത്തി 8:20-22.
കൊടുത്തു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപ്പെടുത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം മണന്നപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അല്ലിച്ചത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയുമില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ് നോഹയോട് ചെയ്തിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം സകലരെ നശിപ്പിച്ച ശേഷം ആ ദൈവം നോഹയോട് ചെയ്തിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഇനി അതിന് 9:1 ഒന്ന് വായിക്കാം. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചവരോട് അരുളിച്ചെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറവി. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മതി. ഹല്ലേലൂയ. ഇനി അതിന്റെ 9:15 മുതൽ 17 വരെ ഒന്ന് വായിക്കാമല്ലോ. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവികളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെ നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വലിയ വേഗത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഹല്ലേലൂയ. ഇവിടെ നോഹയ്ക്ക് കവനന്റ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടു. അതായത് അവിടെയും തലമുറകളെ നൽകി അവരെ അനുഗ്രഹിച്ച് വഴി നടത്തുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഇനി പ്രളയം കൊണ്ട് ദൈവം ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് ഒരു വാഗ്ദത്തം നോഹയോട് ചെയ്തിരിക്കുന്നു. നോഹയും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച ഈ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ഭൂമിയിലെ ഹ്യൂമാനിറ്റി മനുഷ്യരാശിയെ ദൈവം പ്രിസർവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യരാശിയെ നശിപ്പിക്കാതെ, ഇനിയുള്ള മനുഷ്യരാശിയെ നശിപ്പിക്കാതെ വണ്ണം ദൈവം പ്രിസർവ് ചെയ്യുമെന്ന് നോഹയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈവിളിനോട് റെസ്ട്രെയിൻ ചെയ്യും. ദുഷ്ടശക്തികളെ, ദുഷ്ട സ്വഭാവത്തെ കർത്താവ് റെസ്ട്രെയിൻ ചെയ്യുന്നു, നശിപ്പിച്ച് കളയും. ഹല്ലേലൂയ. നോഹയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉടമ്പടി അങ്ങനെയാണ്. അതുവരെ ഉണ്ടായിരുന്ന ദുഷ്ടന്മാരെ മുഴുവൻ ദൈവം നശിപ്പിക്കുവാനിടയായി തീർന്നത്. ഇനിയും ദുഷ്ടശക്തികളെ ദൈവം നശിപ്പിക്കും, വേരോട് പിഴുത് കളയും. അതിപ്പോഴല്ല. ഹല്ലേലൂയ. വരുവാനുള്ള അന്ത്യസമയത്താണത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുപോലെ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള, ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ, റിലേഷൻഷിപ്പിനെ അധികം വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ ഉടമ്പടിയിലൂടെ. ഇതാണ് നോഹയ്ക്ക് ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബ്രഹാമിൻ്റെ ഉടമ്പടി. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. അതിനുശേഷം വീണ്ടും മോസൈക്ക് കവനൻ്റ് ഉണ്ട്, ഡേവിഡിക്ക് കവനൻ്റ് ഉണ്ട്, ന്യൂ കവനൻ്റ് ഉണ്ട്, എറ്റേണൽ കവനൻ്റ് ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 7 കവനൻ്റാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം അബ്രഹാമിനോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി, ഞാൻ നിനക്ക് 99 വയസ്സുള്ള അബ്രഹാമിന്, സാറായ്ക്ക് അന്ന് 89 വയസ്സായിരുന്നു, ലോകം അവർക്കൊരു തലമുറയെ കൊടുക്കുകയില്ല എന്ന് വിധി എഴുതിയിരിക്കുക. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ അത് സംഭവിക്കത്തില്ല. അവരത് ഏകദേശമൊക്കെ അവരത് വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ദൈവം വന്ന് അവരോട് പറയുന്നത്, ഞാൻ നിനക്ക് 17:1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ ദൈവം അത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിനക്ക് സന്തതികളെ തരും. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തു എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും.
അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ഒരു കവനൻ്റാണ്, ഒരു വാഗ്ദത്തമാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അതെങ്ങനെ സാധിക്കും? അബ്രഹാമിന് മക്കളില്ല, പ്രായമോ 99 വയസ്സ്, ഭാര്യയ്ക്ക് 89 വയസ്സ്. ഇനി അവർക്കൊരു മക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണ് ലോകം പറയുന്നത്. അബ്രഹാം ഏതാണ്ട് അതുപോലെയൊക്കെ ഒരു വിശ്വസിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഐ ആം ഗോഡ് എൽ ഷദായ് എന്നാണ്. സർവശക്തിയുള്ള ദൈവം എന്ന് പറയുന്നത് ഐ ആം എൽ ഷദായ്. എൽ ഷദായ് എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഐ ആം മോർ ദാൻ ഇനഫ് ടു മീറ്റ് യുവർ നീഡ്സ്. I am more than enough to meet your needs in each situation. നിൻ്റെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഐ ആം മോർ ദാൻ ഇനഫ്. അബ്രഹാമെ, ഐ ആം മോർ ദാൻ ഇനഫ്. ഞാൻ പറയുന്ന നീ വിശ്വസിക്കുക. നിനക്ക് തലമുറയെ തരുവാൻ ഞാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അതെങ്ങനെയെന്നൊക്കെ ലോകം ചോദിച്ചേക്കാം. അതെങ്ങനെ? അത് അസാധ്യമായൊരു കാര്യമാണല്ലോ. ഹല്ലേലൂയ. പക്ഷെ അത് സംഭവിക്കുവാനിടയായി തീർന്നു. തലമുറകളെ കൊടുത്തു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആ ദൈവത്തിൻ്റെ കവനന്റ് എൽ ഷദായ്, ഐ എം എൽ ഷദായ് എന്ന ആ കവനന്റ് അവിടെ നടപ്പിലാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എൽ ഷദായ് സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എവരി ഇമ്പോസിബിൾ ക്യാൻ മേക്ക് പോസിബിൾ. അതാണ് ദൈവം, അതാണ് എൽ ഷദായ്. എവരി ഇമ്പോസിബിൾ ടേൺ ടു പോസിബിൾ. ഹല്ലേലൂയ. ദൈവം അത് നടപ്പിലാക്കി കൊടുത്തു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിരുന്ന കാര്യത്തെ ദൈവം പോസിബിൾ ആക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇസാക്കിൻ്റെ ജീവിതത്തിലും അതുപോലെ എൽ ഷദായ് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഉൽപ്പത്തി 28:1 മുതൽ 3 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമല്ലേ? ഉൽപ്പത്തി 28:1-3. അനന്തരം യിസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കന്യാക സ്ത്രീകളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻആരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രന്മാരിൽ നിന്ന് നിനക്കൊരു ഭാര്യ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും മതി. ഹല്ലേലൂയ. അബ്രഹാമിന് കൊടുത്തു. പരദേശീയമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ചെയ്യുമെന്ന് ദൈവം എൽ ഷദായ്. അവിടെയും സർവശക്തിയുള്ള ദൈവം എന്ന് ഇസ്ഹാക്ക് പറയുന്നത് അവിടെ എൽ ഷദായ് എന്നാണ് എബ്രായ ബൈബിളിൽ കാണുന്നത്. സർവശക്തിയുള്ള ദൈവം എൽ ഷദായ്, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ ഹല്ലേലൂയ നീയുമായിട്ടുള്ള ഉടമ്പടിയിൽ അത് ശക്തനാക്കുന്ന ദൈവം, നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ. അവിടെ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പറയുകയാണ്, ഹല്ലേലൂയ, നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ചെയ്യുമെന്ന് അവിടെ എൽ ഷദായ് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. യാക്കോബ് ഹല്ലേലൂയ ഇസ്ഹാക്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ശേഷം അവൻ നാട് വിട്ടു പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവന് നാട് വിട്ടു പോയി. അവൻ്റെ കയ്യിലുള്ളത് ഹല്ലേലൂയ ഇസ്ഹാക്കിൻ്റെ ഭവനത്തിലുള്ള യാതൊരു സമ്പത്തും അവൻ്റെ കയ്യിലില്ല. അവൻ്റെ കയ്യിലുള്ളത് അവൻ്റെ പിതാവായ ഇസ്ഹാക്ക് അവൻ അനുഗ്രഹിച്ച അനുഗ്രഹം, അവൻ്റെ ബർത്ത് റൈറ്റ്, ഇത് മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. ഹല്ലേലൂയ. അവൻ ആ അനുഗ്രഹവുമായിട്ട് അവൻ നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഇസ്ഹാക്ക് പറഞ്ഞു, നീ നിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മക്കളിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പദ്ദൻആരാമിലേക്കുള്ള യാത്രയിലാണ് യാക്കോബ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തികച്ചും വ്യത്യസ്തമായ ഒരു സിറ്റുവേഷൻ. യാക്കോബ് ഒരിക്കലും ഇതുപോലൊരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യാക്കോബ് ഒരു മദർ ബേബി ആയിരുന്നു. ഹല്ലേലൂയ. അവൻ ആ ഭവനം എപ്പോഴും അമ്മയുടെ കൂടെയൊക്കെ ചുറ്റി നടക്കുകയും
അവൻ ഒരു പണിയും ചെയ്യാതെയൊക്കെയും ഒക്കെ വളരെ സന്തോഷകരമായിട്ട് ഭവനത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു അമുൽ ബേബി എന്നൊക്കെ പറയുന്ന പോലെ ഒരു 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 മനുഷ്യനായിരുന്നല്ലോ യാക്കോബ്. ഹല്ലേലൂയ. ആ യാക്കോബിന് പെട്ടെന്ന് പദ്ദൻഅരാമിലേക്കുള്ള യാത്ര വളരെ അൺഎക്സ്പെക്റ്റഡ് ആയതും വളരെ അസാധ്യമായതുമായ ഒരു കാര്യമായിരുന്നു യാക്കോബിനെ സംബന്ധിച്ച്. യാക്കോബ് അപരിചിതമായ സ്ഥലത്തിലൂടെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ രാത്രിയായി. അവൻ അവിടെ ഒരു കല്ലെടുത്ത് തലേണയായി വെച്ച് കിടന്നുറങ്ങി എന്ന് എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ച് തീരെ ഒരു വ്യക്തതയില്ല. അവന് പോയ വഴിയിലാണോ കിടന്നുറങ്ങിയത്? അന്നൊന്നും വഴിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാടുകളിൽ കൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ സത്രത്തിലാണോ അതോ അന്നൊക്കെ ആൾക്കാർ അവിടെ ആരെങ്കിലും വീടുകളുണ്ടെങ്കിൽ വഴിപ്പോക്കനൊക്കെ അവർ വിളിച്ചു കയറ്റി താമസിപ്പിക്കുക. അങ്ങനെയായിരുന്നല്ലോ അവരുടെ ആതിഥ്യ മര്യാദ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു കല്ല് എടുത്ത് തലവണയായി യാക്കോബ് കിടന്നുറങ്ങുവാൻ ഇടയായി തീർന്നു. അങ്ങനെ യാക്കോബ് അവിടെ കിടന്നപ്പോൾ അവന് അവിടെ ഒരു സ്വപ്നം കണ്ടു. അതായത് ഭൂമിയിൽ നിന്ന് ആകാശത്തോളം എത്തുന്ന ഒരു കോവണി, അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ പൊക്കത്തിൽ ദൈവം നിൽക്കുന്നു. ദൈവം അവനോട് സംസാരിക്കുന്നു. ദൈവത്തെ കണ്ടു ദൈവം അവനോട് സംസാരിക്കുന്നു. യാക്കോബേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് സന്തതികളെ തരും എന്ന് പറഞ്ഞ് ദൈവം അവനെ അനുഗ്രഹിച്ച് അവനെ ബലപ്പെടുത്തുക. ഞാൻ നിന്നെ ബ്ലസ് ചെയ്യുകയാണ്. ഐ ആം എൽ ഷദായ്. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിച്ചു, അവനെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. അവൻ അവിടുന്ന് പോയപ്പോൾ ആ തലവണയായി വെച്ച കല്ലെടുത്ത് അവിടെ നാട്ടി അതിന് എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്താണ് യാക്കോബ് പോയത്. ഹല്ലേലൂയ. വീണ്ടും അവന് ലാബാന്റെ ഭവനത്തിൽ ചെല്ലുന്നു. ലാബാന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവൻ അവിടെ ലാബാന്റെ മക്കളിൽ ഒരാളെ അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ റാഹേലിന് വേണ്ടി അവന് എന്ത് ചെയ്യേണ്ടുവെന്ന് ലാബാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ലാബാൻ പറഞ്ഞു, 7 വർഷം നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, അത് കഴിഞ്ഞാൽ ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരും എന്ന് പറഞ്ഞു. യാക്കോബ് അതുപോലെ ചെയ്തു. പക്ഷേ യാക്കോബ് വഞ്ചിക്കപ്പെട്ടു. യാക്കോബിന് ലേയാണ് വിവാഹം കഴിച്ചു കൊടുക്കുവാനിടയായി തീർന്നത്. വീണ്ടും യാക്കോബ് റാഹേലിന് വേണ്ടി വീണ്ടും 7 വർഷം അവിടെ നിന്നു. അവൻ്റെ ആടുകളെല്ലാം മേയിച്ച് നടന്നു. അങ്ങനെ വീണ്ടും റാഹേലിനെ അവന് ഭാര്യയായി ലഭിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ലാബാൻ അവനോട് ദ്രോഹമായി ചെയ്യുവാൻ തുടങ്ങി. അവന് നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളമെല്ലാം വെട്ടിക്കുറച്ച് 10 പ്രാവശ്യം അതെല്ലാം വെട്ടിക്കുറച്ചു. അവന് പ്രതിഫലമൊന്നും കൊടുക്കാതെയായി കഠിനമായ വേലയായി. അവൻ്റെ നാട്ടിലേക്ക് പോകുവാൻ അവനൊരാഗ്രഹമുണ്ടായി. ദൈവം രാത്രി അവനോട് ഇടപെട്ടു, യാക്കോബേ, നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ യാക്കോബ് ഒരുപക്ഷെ കരുതിയിരിക്കും, ഞാൻ ഇവരെയും കൊണ്ട് നാട്ടിലേക്ക് പോയാൽ എങ്ങനെയാണ് അവിടെ പോയി ജീവിക്കുക? എൻ്റെ കയ്യിൽ യാതൊരു പണവുമില്ല. യാക്കോബ് വാസ്തവത്തിൽ വളരെ ദരിദ്രനായിരുന്നു, ഒരു പൈസ പോലുമില്ല. ദൈവമാനോട് പറഞ്ഞു, യാക്കോബേ, നീ തിരിച്ചു പൊക്കോ, നിന്നെ പ്രോമിസ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ആ ദേശത്തേക്ക് തന്നെ നീ തിരിച്ചു പൊക്കോ. യാക്കോബ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഹാലേൽ ദൈവം തന്നെ അതിന് പദ്ധതി ഒരുക്കുവാനിടയായി തീർന്നു. ദൈവം അവനെ വളരെയധികം അനുഗ്രഹിച്ച് പ്രോസ്പറാക്കുവാനിടയായി തീർന്നു. ഹാലേൽ ദൈവം അവനോട് ചില വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവന് ലാബാനോട് പറഞ്ഞു, ലാബാനെ, നിൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ പ്രതിഫലമായിട്ട് പുള്ളിയും മറുകുമുള്ള ആടുകളെ, കറുത്ത ചെമ്മരി ആടുകളെ എനിക്ക് വേർതിരിക്കുക. ലാബാൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അത്തരത്തിലുള്ള ആടുകളെ വേർതിരിച്ച് അത് 3 ദിവസം വഴി ദൂരത്തായിട്ട് അവൻ്റെ ആൺമക്കളുടെ കയ്യിൽ കൊടുത്ത് മാറ്റി നിർത്തി. അതിനുശേഷം ഇവൻ കുറച്ച് നാളുകൂടി യാക്കോബ് കുറച്ച് നാളുകൂടി ലാബാൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുവാനിടയായി തീർന്നു. അങ്ങനെ മേയിച്ചുകൊണ്ടിരുന്ന ആടുകളിൽ ഈ യാക്കോബ് പറഞ്ഞു, പുള്ളിയും മറുകുമുള്ള ആടുകൾ, കറുത്ത ചെമ്മരി ആടുകൾ എനിക്കായി തരിക. അപ്പോൾ ലാബാന് സന്തോഷമായി. കാരണം ആ കൂട്ടത്തിൽ വേറെ പുള്ളിയും മറുകുമുള്ള ആടുകളില്ല, കറുത്ത ചെമ്മരി ആടുകളില്ല. അപ്പോൾ ഇനി യാക്കോബിന് കൊടുക്കേണ്ട സമയം വരുമ്പോൾ കൂടുതലായോ ഒന്നും കൊടുക്കേണ്ട വരികയില്ല എന്ന് കരുതിയിരുന്നു. പക്ഷെ ദൈവം അവിടെ ചില അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇനം ആടുകൾ, ആരോഗ്യമുള്ള ആടുകളെല്ലാം പ്രസവിക്കുന്നത് പുള്ളിയും മറുകും ഉള്ള ആടുകളായി തീർന്നു. അങ്ങനെ യാക്കോബിന് ഒരു വലിയ കൂട്ടം ആടുകൾ ലഭിച്ചു.
അങ്ങനെ ആ വലിയ കൂട്ടം ആടുകളുമായി യാക്കോബ് തൻ്റെ ദേശത്തേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ഇനി ഉൽപ്പത്തി 35:9-11 വരെ കൂടെ ഒന്ന് വായിക്കാമല്ലോ. ഓക്കെ. 35:9 മുതൽ 11 വരെ. 9 മുതൽ 11 വരെ. അതെ. യാക്കോബ് 16-ാമിൽ വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേലിന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനകുഷിയുള്ളവനായി പെരുക, ഒരു ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആദ്യമേ അബ്രഹാമിനോട് ഞാൻ എൽ ഷദായ് എന്ന് ദൈവം ഇടപെട്ടു. വീണ്ടും ഇസ്ഹാക്കിൻ്റെ അടുത്ത് ദൈവം എൽ ഷദായ് എന്ന് ഇടപെട്ടു. ഇപ്പോൾ യാക്കോബിൻ്റെ അടുത്ത് നേരെ ദൈവം എൽ ഷദായ് എന്ന് ഇടപെടുകയാണ്. ഹല്ലേലൂയ. യാക്കോബിനോട് ദൈവം പറയുന്നു, ഞാൻ എൽ ഷദായ് ആണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, അധികമായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്, യാക്കോബ് എന്ന പേരല്ല, നിനക്ക് ഇസ്രായേൽ എന്ന പേരാണ് എന്ന് പറഞ്ഞ് ദൈവം അവന് ഇസ്രായേൽ എന്ന പേര് കൊടുത്തു. അങ്ങനെ യാക്കോബ് ഇസ്രായേൽ രാഷ്ട്രം ഇന്നും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രം ആ ദൈവത്തിൻ്റെ ഉടമ്പടി ഉള്ളിടത്തോളം കാലം, ഹല്ലേലൂയ, അത് മാറിപ്പോകാൻ ഇടവരുത്തിയില്ല. യാക്കോബ് ഇസ്രായേലായപ്പോൾ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം രൂപാന്തരപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ രാഷ്ട്രത്തിലുള്ള എല്ലാ യഹൂദന്മാരും എല്ലാ മക്കളും ഇസ്രായേൽ ജനങ്ങളും യാക്കോബിൻ്റെ സന്തതി പരമ്പരയായി മാറുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം ഐ ആം എൽ ഷദായ്, ഐ ആം ഓൾമൈറ്റി ഗോഡ്, ഐ ആം എൽ ഷദായ് എന്ന് ദൈവം ഇടപെട്ടപ്പോൾ, ഹല്ലേലൂയ, ദൈവം യാക്കോബുമായി നടത്തിയ കവനന്റ് അത് വളരെ ശക്തിയോടെ ദൈവത്തിനത് കാത്തു സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ചെയ്യുന്ന ഓരോ കവനന്റുകളും, ദൈവം ചെയ്യുന്ന ഓരോ ഇടപാടുകളും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുവോളം ദൈവം തന്നെ അത് സൂക്ഷിക്കുവാൻ ഇടയായിത്തീരും. യാക്കോബ് വലിയ സമ്പന്നനായി തന്നെ, അത് ഇസ്ഹാക്കിൻ്റെ അടുത്ത് ദൈവം ഇടപെട്ട എൽ ഷദായ് മുഖാന്തരം യാക്കോബ് വലിയ സമ്പന്നനായി തീർന്നു. ഇസ്ഹാക്ക് യാക്കോബിനോട് പറഞ്ഞല്ലോ, നീ ദൈവത്താൽ എൻ്റെ എൽ ഷദായാൽ നീ അനുഗ്രഹിക്കപ്പെട്ട് ആയിത്തീരുമെന്ന് ഇസ്ഹാക്ക് പറഞ്ഞതനുസരിച്ച് യാക്കോബ് വലിയ സമ്പന്നനായി, സന്തതി പരമ്പരകളുണ്ടായി, ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബ് എൽ ഷദായാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം യാക്കോബ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ സഹോദരൻ അവനെ കൊല്ലുവാൻ തക്കവണ്ണം വളരെ ശക്തനായ ഒരുവനും, അവന് ഒരുപാട് സൈന്യങ്ങളുണ്ടായിരുന്നു. ഏശാവിന് അവൻ്റെ ഭൃത്യന്മാർ സൈന്യമായിട്ട് ഏശാവിന് ചുറ്റുമുണ്ടായിരുന്നു. അവർ യാക്കോബിനെ കൊല്ലുവാൻ തക്കവണ്ണം മതിയായതായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യാക്കോബിന് കിട്ടിയിരുന്ന ബ്ലെസ്സിങ്, എൽ ഷദായ് എന്ന ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഉടമ്പടി മുഖാന്തരം ഏശാവിന് അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. ഏശാവിന് ഹല്ലേലൂയ പകരം സന്ധി ചെയ്ത് മാറേണ്ടതായിട്ട് വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ ദൈവം എൽ ഷദായ് എന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൽ ഷദായ് എന്ന് പറഞ്ഞാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ മേലും, ഹല്ലേലൂയ, നമ്മൾ രോഗത്തിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ഈ ലോകം പറയും അത് പ്രയാസമാ, പിന്നെ കുറച്ച് പണം മുടക്കി നോക്കാം, മാറുമോ ഇല്ലയോ എന്ന് അറിയില്ല. വൈദ്യന്മാരും പറയും, ഹല്ലേലൂയ, ചികിത്സിച്ച് നോക്കാം, ഹല്ലേലൂയ. പക്ഷേ എൽ ഷദായ്, ഹല്ലേലൂയ, നീ സർവശക്തനായ ദൈവം, എൽ ഷദായായി ദൈവം, നിന്നെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. എല്ലാ അസാധ്യങ്ങളെയും നീ സാധ്യമാക്കുന്നവനായ ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ മാറുകയില്ലെന്ന് ലോകം പറഞ്ഞാൽ എൽ ഷദായ് പറയുന്നു അത് മാറുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ആലയത്തിൽ ജനങ്ങൾ കടന്നു വരികയില്ല എന്ന് ലോകം വിധി പറഞ്ഞാലും ദൈവം പറയും കടന്നു വരുമെന്ന്, അത് നിറയുമെന്ന്, ഓരോ കസേര നിറയുമെന്ന് ദൈവം പറയും. ഹല്ലേലൂയ. കാരണം ദൈവം എൽ ഷദായ് ആണ്. അവൻ വാക്ക് പറഞ്ഞാൽ അത് ഉറപ്പുള്ളവനാണ്. അവൻ എൽ ഷദായ് ആണ്.
അല്ലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തലമുറ, നമുക്ക് ലഭിച്ചിരിക്കുന്ന തലമുറ അനുഗ്രഹിക്കപ്പെടുകയില്ലായിരിക്കും. ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ അങ്ങനെയാണല്ലോ തോന്നുന്നതെന്ന് പലരും പറഞ്ഞേക്കാം. ഹല്ലേലൂയ. അത് വലിയ പ്രയാസമാണല്ലോ, നന്നാവുമെന്ന് സംശയമാണല്ലോ എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മെ നിരാശപ്പെടുത്തിയേക്കാം. പക്ഷേ എൽ ഷദായ് എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പറയും, ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ മീ. ഹല്ലേലൂയ, എനിക്കത് സാധ്യമാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ചില പരീക്ഷകൾ എഴുതുമ്പോൾ അത് പാസ്സാകാൻ പ്രയാസമാണ്. നമ്മളെക്കൊണ്ടും അത് പാസ്സാകാൻ പ്രയാസമെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ തോന്നിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞേക്കാം. പക്ഷെ ഗോഡ് എൽ ഷദായ് എന്ന് നാം വിളിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളോട് പറയും, എനിക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഐ ക്യാൻ ഡു എവറിത്തിങ്. ഹല്ലേലൂയ. നിന്റെ എല്ലാ ഇമ്പോസിബിലിറ്റിയെയും ഞാൻ പോസിബിലിറ്റി ആക്കി മാറ്റി തരുമെന്ന് ദൈവം നമ്മളോട് പറയും. ഇന്ന് രാത്രി കാലം ദൈവം ഹല്ലേലൂയ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ നമ്മുടെ എല്ലാ ഇമ്പോസിബിളിനെയും ദൈവം പോസിബിൾ ആക്കുന്ന ഒരു രാത്രിയായി ഇത് മാറട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ഷീണം മാറട്ടെ, നമ്മുടെ ദുഃഖങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ എൽ ഷദായ് ആണ്. അവൻ്റെ പേര് എൽ ഷദായ് എന്നാണ്. ഹല്ലേലൂയ. ആ നാമത്താൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. സ്തോത്രം.